യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സൗദിയിലെ അൽബഹ കുന്നുകൾക്ക് താഴെയുള്ള സി ഐൻ വില്ലേജിലേക്കാണ് യാത്ര. അൽബഹ കുന്നുകൾക്ക് താഴെ മാർബിൾ കല്ലുകൾ കൊണ്ട് പടുത്തുയർത്തിയ മനോഹരമായൊരു നിർമ്മിതിയാണ് സി ഐൻ വില്ലേജ്. ഗ്രാമമെന്നാൽ നമ്മുടെ നാട്ടിലേതുപോലുള്ള സങ്കല്പമായിരുന്നില്ല ഇവിടം. ഒരൊറ്റ താമസ കേന്ദ്രം, അതിനകത്ത് തന്നെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം. ഗോത്രവൈര്യം നിറഞ്ഞു നിന്ന കാലത്തായിരുന്നു അത്. അൽബഹയിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. അൽബഹ താഴ്വാരം നിലനിൽക്കുന്ന ഈ കുന്നുകൾക്ക് പേര് സറാബത്ത് എന്നാണ്. വിശാലമായ പാർക്കിങ്ങും അടിസ്ഥാന സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നായ ഇവിടേക്ക് നിലവിൽ പ്രവേശന ഫീസ് ഒന്നും തന്നെയില്ല. പൂർണ്ണമായും മാർബിൾ കല്ലുകൾ കൊണ്ട് ഉപയോഗിച്ചാണ് ഈ കോട്ട നിർമ്മിച്ചുള്ളത്. 10-ാം നൂറ്റാണ്ടിലാണ് ഈ ഗ്രാമത്തിൽ താമസം തുടങ്ങിയത് എന്ന് ചരിത്രരേഖകൾ പറയുന്നു. 400 വർഷം മുമ്പ് വരെ ഇവിടെ ജനവാസമുണ്ടായിരുന്നു. 49 വീടുകളാണ് 5 നിലകളുള്ള ഈ കോട്ടകത്തുള്ളത്. 1-ാം നിലയിൽ 9, 2-ാം നിലയിൽ 19, 3-ൽ 11, 4-ൽ 10 വീടുകളാണ്. ഈ വീടുകളുടെ എല്ലാം മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ഈത്തപ്പനയോലയും തടിയും ഉപയോഗിച്ചാണ്. കോട്ടയുടെ ഏറ്റവും താഴെ നിലയിലായിരുന്നു ദൈനംദിന പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. അബ്ദുൽ അസീസ് രാജാവ് സൗദിയെ ഒരൊറ്റ രാജ്യമാക്കുന്നതിന് മുമ്പ് സഹ്റാനി, ഗാന്ധി എന്നീ 2 ഗോത്രങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. പിന്നീട് ഓട്ടോമൻ ഭരണകാലത്ത് മുഹമ്മദ് അലി പാഷ എന്ന ഓട്ടോമൻ ഭരണാധികാരിയുമായി ദിവസങ്ങൾ നീണ്ട യുദ്ധത്തിലും ഈ ഗ്രാമം പിടിച്ചു നിന്നു. പിന്നീട് സൗദി അറേബ്യയുടെ ഭാഗമായ അൽബഹക്കൊപ്പം പ്രതാപത്തോടെ ഈ ഗ്രാമം നിലകൊണ്ടു. സി ഐൻ എന്ന പേരിനർത്ഥം കണ്ണ് എന്നാണ്. ആ പേരിടാൻ കാരണം ഈ ഗ്രാമത്തിന് പ്രതാപം നൽകിയ ഒരു ഉറവയാണ്. അത് ഈ കോട്ടയുടെ താഴെ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കോട്ടയ്ക്ക് താഴെ ഒരു ചെറിയ പള്ളിയുണ്ട്. ആ പള്ളി നിർമ്മിച്ചതും അടിമുടി മാർബിൾ കൊണ്ടാണ്. ഇതിനടുത്തായാണ് പച്ചപ്പ് നിറഞ്ഞ തോട്ടവും ഉറവയും. ഇന്നോളം വറ്റാത്ത ഈ ഉറവയാണ് ഈ ഗ്രാമത്തിൻ്റെ ശ്വാസം. ഇതിനോടടുത്തായി തന്നെ സന്ദർശകർക്ക് ഈ ചരിത്ര നിർമ്മിതിയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഒരു മ്യൂസിയവും ഭരണകൂടം സ്ഥാപിച്ചിട്ടുണ്ട്. അൽബഹ റീജിയനെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ കൃഷിരീതി, ജീവിത രീതി, വ്യവസായം, ജോലി, അവരുടെ കരകൗശല വസ്തുക്കൾ, ഭക്ഷണ രീതി, കല, ചരിത്രം, അവർ ഉപയോഗിച്ച പാത്രങ്ങളും മറ്റും തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.